Hi everyone, welcome back to Zoology class. Tissues are classified into four types. They are epithelial tissue, connective tissue, muscular tissue and nervous tissue. In our previous class, we discussed about epithelial tissue. Today, let us study about connective tissue. Okay, so tissues 4 ടൈപ്പായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ് 4 types of tissues? Epithelial tissue, connective tissue, muscular tissue and neural tissue. Let us find out the peculiarities of connective tissue. Most abundant tissue link and support other tissues or organs of the body, so they are called connective tissue. Connective tissues are the most abundant and widely distributed tissues in the body. They are called connective tissue because they link and support other tissues or organs of the body. നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതലായി കാണുന്ന ടിഷ്യൂ ആണ് കണക്റ്റീവ് ടിഷ്യൂ. മറ്റുള്ള ടിഷ്യൂസിനെയോ ഓർഗൻസിനെയോ തമ്മിൽ ലിങ്ക് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ കണക്ട് ചെയ്യുന്നത് കൊണ്ടാണ് കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറയുന്നത്. കൊളാജൻ ഓർ ഇലാസ്റ്റിൻ ഫൈബേഴ്സ് ആർ പ്രസൻറ്റ് എക്സെപ്റ്റ് ഇൻ ബ്ലഡ്. സോ ദാറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ കണക്റ്റീവ് ടിഷ്യൂ ഇൻക്ലൂഡ് ബ്ലഡ്, ബോൺ, cartilage, etc. So collagen or elastin fibers are present in all connective tissue except blood. Blood is also a connective tissue but it doesn't contain collagen or elastin fibers. Then what is the function of collagen or elastin fibers? They provide strength, elasticity and flexibility to the tissue. Blood, bone, cartilage ഇതൊക്കെയാണ് കണക്റ്റീവ് ടിഷ്യൂസിൻ്റെ എക്സാമ്പിൾ. ബ്ലഡ് ഒഴികെ മറ്റുള്ള എല്ലാ കണക്റ്റീവ് ടിഷ്യൂസിലും കൊളാജൻ ഓർ ഇലാസ്റ്റിൻ ഫൈബേഴ്സ് കാണാം. കണക്റ്റീവ് ടിഷ്യൂസിന് സ്ട്രെങ്ത്, ഇലാസ്റ്റിസിറ്റി, ഫ്ലെക്സിബിലിറ്റി, മൂവ് ചെയ്യാനുള്ള എബിലിറ്റി ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കൊളാജൻ ഓർ ഇലാസ്റ്റിൻ ഫൈബേഴ്സ് ആണ്. നെക്സ്റ്റ് ഫീച്ചർ ഈസ് പ്രൊഡ്യൂസ് പോളിസാക്കറൈഡ് വിച്ച് ആക്ട് ആസ് എ മാട്രിക്സ് ഓർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്. ദ സെൽസ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ പ്രൊഡ്യൂസ് പോളിസാക്കറൈഡ്. ദേ ആർ സീൻ ഇൻ ബിറ്റ്വീൻ ദ സെൽസ്. ദേ ആക്ട് ആസ് മാട്രിക്സ് ഓർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ്. കണക്റ്റീവ് ടിഷ്യൂസിലുള്ള സെൽസ് പോളിസാക്കറൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ പോളിസാക്കറൈഡ് സെല്ലിൻ്റെ ഗ്യാപ്പിൽ തങ്ങി നിന്ന് മാട്രിക്സ് ഓർ ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ആയി ആക്ട് ചെയ്യും. അതായത് കണക്റ്റീവ് ടിഷ്യൂസ് ഫോം ചെയ്തിട്ടുള്ളത് സെൽസ് കൊണ്ടാണ്. ഈ സെൽസിൻ്റെ ഗ്യാപ്പിൽ കാണുന്നതാണ് ഗ്രൗണ്ട് സബ്സ്റ്റൻസ് ഓർ മാട്രിക്സ്. നൗ ലെറ്റ് us see how connective tissues are classified. They are classified into 3 major groups. They are loose connective tissue, dense connective tissue, specialized connective tissue. Connective tissues 3 ആയി ക്ലാസിഫൈ ചെയ്യാം. ലൂസ് കണക്റ്റീവ് ടിഷ്യൂ, ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂ ആൻഡ് specialized connective tissue. Example for loose connective tissues are areolar tissues and adipose tissue. Loose connective tissues in example ആണ് സ്കിന്നിൻ്റെ താഴെ കാണുന്ന areolar tissue and adipose tissue. Dense connective tissue 2 ആയി ക്ലാസിഫൈ ചെയ്യാം. That is dense regular connective tissue and dense irregular connective tissue. And examples for specialized connective tissues are cartilage, bone, blood, etc. So here in this class we are going to discuss about all these types of tissues. Loose connective tissues, as the name suggests, here cells and fibers are loosely arranged. ലൂസ് കണക്റ്റീവ് ടിഷ്യൂസിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സെൽസ് ആൻഡ് ഫൈബേഴ്സ് ഒക്കെ ലൂസായി അറേഞ്ച് ചെയ്ത് കാണാം. ഓക്കെ, സോ ഹിയർ സെൽസ് ആൻഡ് ഫൈബേഴ്സ് ആർ ലൂസ്ലി അറേഞ്ച്ഡ്. എക്സാമ്പിൾ ഫോർ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ഏരിയോളാർ ടിഷ്യൂ. ഫിഗർ ഒബ്സർവ് ചെയ്യുക. സോ ദിസ് ഈസ് ഏരിയോളാർ ടിഷ്യൂ. ലൂസ് കണക്റ്റീവ് ടിഷ്യൂസിന് എക്സാമ്പിളാണ് ഏരിയോളാർ ടിഷ്യൂ. ഇറ്റ് ഈസ് സീൻ ബിനീത്ത് ദ സ്കിൻ. സ്കിന്നിൻ്റെ താഴെയാണ് ഏരിയോളാർ ടിഷ്യൂസിൻ്റെ ലൊക്കേഷൻ. ഓക്കെ, സോ ഇറ്റ് ഈസ് സീൻ ബിനീത്ത് ദ സ്കിൻ. It acts as a support for epithelium. Areolar tissues are acting as a support for epithelium. എപ്പിത്തീലിയത്തിന് സപ്പോർട്ട് ചെയ്യുക എന്നതാണ് ഏരിയോളാർ ടിഷ്യൂസിൻ്റെ ഫങ്ഷൻ. ആൻഡ് ഇറ്റ് കണ്ടെയ്ൻസ് ഫൈബ്രോബ്ലാസ്റ്റ്, മാക്രോഫേജസ് ആൻഡ് മാസ്റ്റ് സെൽ. ഫൈബ്രോബ്ലാസ്റ്റ് പ്രൊഡ്യൂസ് ഫൈബേഴ്സ്. മാക്രോഫേജസ് ആൻഡ് മാസ്റ്റ് സെൽസ് ദേ ഹാവ് റോൾ ഇൻ ഡിഫെൻസ്. ഏരിയോളാർ ടിഷ്യൂസിൽ കാണുന്ന സെൽസാണ് ഫൈബ്രോബ്ലാസ്റ്റ്, മാക്രോഫേജസ് ആൻഡ് മാസ്റ്റ് സെൽ. ഫൈബ്രോബ്ലാസ്റ്റ് ഫൈബേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. മാക്രോഫേജസിനും മാസ്റ്റ് സെൽസിനും ബോഡി ഡിഫെൻസിൽ റോളുണ്ട്. ദാറ്റ് മീൻസ് ദേ ആർ ഡിസ്ട്രോയിങ് ദ ബാക്ടീരിയ ഓർ അതർ ജേംസ് ദാറ്റ് ആർ എൻറ്ററിങ് അവർ ബോഡി. അനദർ എക്സാമ്പിൾ ഫോർ ലൂസ് കണക്റ്റീവ് ടിഷ്യൂ ഈസ് അഡിപ്പോസ് ടിഷ്യൂ. ലൂസ് കണക്റ്റീവ് ടിഷ്യൂക്ക് മറ്റൊരു എക്സാമ്പിളാണ് അഡിപ്പോസ് ടിഷ്യൂ. Adipose tissue is also seen beneath the skin.
ഏരിയോളാർ ടിഷ്യൂ പോലെ അഡിപ്പോസ് ടിഷ്യൂവും സ്കിന്നിൻ്റെ താഴെയാണ് കാണുന്നത്. ഓക്കെ, സോ ലൊക്കേഷൻ ഓഫ് adipose tissue is beneath the skin. And what is its function? It helps to store fat. Fat storage ആണ് adipose tissuesൻ്റെ function. The excess nutrients which are not used immediately are converted into fat and then they are stored in adipose tissue. നമ്മൾ കഴിച്ച ഫുഡിലുള്ള എക്സസ് ഓർ കൂടുതലായുള്ള ന്യൂട്രിയൻസ് ഫാറ്റായി കൺവേർട്ട് ചെയ്ത് adipose tissuesൽ സൂക്ഷിച്ചു വെക്കും. So adipose tissue store fat. Second type of connective tissue is dense connective tissue. Here fibers and other cells are compactly or tightly packed. Dense connective tissuesൽ cells compactly or tightly packed ആയിരിക്കും. Loose connective tissuesൽ loosely packed ആണ്. Dense connective tissuesൽ tightly or densely packed ആയിരിക്കും. There are two types of dense connective tissue based on the arrangement of cells. They are dense regular and dense irregular. സെൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് ഓർ ഓറിയൻറ്റേഷൻ ബേസ് ചെയ്ത് രണ്ട് ടൈപ്പ് ഡെൻസ് കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ട്. ഡെൻസ് റെഗുലർ ടിഷ്യൂ ആൻഡ് ഡെൻസ് ഇറഗുലർ ടിഷ്യൂ. ഒബ്സർവ് ദ ഫിഗർ. ദിസ് ഈസ് ഡെൻസ് റെഗുലർ ടിഷ്യൂ. ഇതാണ് ഡെൻസ് റെഗുലർ ടിഷ്യൂ. വാട്ട് ഈസ് ഇറ്റ്സ് പെക്യുലാരിറ്റി? ഹിയർ ഇൻ ഡെൻസ് റെഗുലർ ടിഷ്യൂ ദ കൊളാജൻ ഫൈബേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ റോ. യു ക്യാൻ സീ മെനി പാരലൽ ഫൈബേഴ്സ്, isn't it? It is regularly arranged in it. കൊളാജൻ ഫൈബേഴ്സ് ഒരേ നിരയിൽ പാരലലായി അറേഞ്ച് ചെയ്ത് കാണുന്നതുകൊണ്ടാണ് ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻ ഡെൻസ് റെഗുലർ ടിഷ്യൂ ദ കൊളാജൻ ഫൈബേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ റോസ്. എക്സാമ്പിൾ ഫോർ ഡെൻസ് റെഗുലർ ടിഷ്യൂ ഈസ് ടെൻഡൺസ് ആൻഡ് ലിഗമെൻറ്റ്സ്. ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂസിന് എക്സാമ്പിളാണ് ടെൻഡൺസ് ആൻഡ് ലിഗമെൻറ്റ്സ്. ടെൻഡൺസ് മീൻസ് ദേ ആർ കണക്റ്റിംഗ് സ്കെലറ്റൽ മസിൽ ആൻഡ് ബോൺ. സ്കെലറ്റൽ മസിൽസിനെയും ബോൺസിനെയും കണക്ട് ചെയ്യുന്ന ടിഷ്യൂ ആണ് ടെൻഡൺ. ലിഗമെൻറ്റ്സ് മീൻസ് ദേ കണക്ട് ബോൺ ആൻഡ് ബോൺ. രണ്ട് ബോൺസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ടിഷ്യൂ ആണ് ലിഗമെൻറ്റ്സ്. സോ ടെൻഡൺസും ലിഗമെൻറ്റ്സും ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂസിന് എക്സാമ്പിളാണ്. ഓക്കെ, സോ ടെൻഡൺസ് ആൻഡ് ലിഗമെൻറ്റ്സ് ആർ എക്സാമ്പിൾസ് ഫോർ ഡെൻസ് റെഗുലർ കണക്റ്റീവ് ടിഷ്യൂ. Now observe this figure. This is dense irregular tissue. So what is the peculiarity of dense irregular tissue? Here the cells, that is fibroblast, fibers, they are not arranged regularly. They are arranged differently. ഇവിടെ ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂസിൽ സെൽസ് ഒന്നും റെഗുലർ ആയല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫിഗർ ഒബ്സർവ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റും. ദേ ആർ നോട്ട് അറേഞ്ച്ഡ് റെഗുലർലി. ദേ ആർ നോട്ട് അറേഞ്ച്ഡ് പാരലൽ. പാരലൽ ആയോ റെഗുലർ ആയോ അല്ല അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് ദ പെക്യുലാരിറ്റി ഓഫ് ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ. സോ എക്സാമ്പിൾ ഫോർ ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂ ഈസ് സ്കിൻ. സ്കിൻ ഡെൻസ് ഇറഗുലർ കണക്റ്റീവ് ടിഷ്യൂക്ക് ഒരു എക്സാമ്പിളാണ്. നെക്സ്റ്റ് ടൈപ്പ്, തേർഡ് ടൈപ്പ് ഓഫ് കണക്റ്റീവ് ടിഷ്യൂ ഈസ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. എക്സാമ്പിൾ ഫോർ സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആർ കാർട്ടിലേജ്, ബോൺ, ബ്ലഡ്, എക്സെട്ര. തേർഡ് ടൈപ്പ് കണക്റ്റീവ് ടിഷ്യൂ ആണ് സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ. ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? ദേ ആർ കാർട്ടിലേജ്, ബോൺ ആൻഡ് ബ്ലഡ്. ഫസ്റ്റ് എക്സാമ്പിൾ കാർട്ടിലേജ്. ലൊക്കേഷൻ ഓഫ് കാർട്ടിലേജ്. എവിടെയൊക്കെയാണ് കാർട്ടിലേജ് കാണാം? ടിപ്പ് ഓഫ് ദ നോസ്. നോസിൻ്റെ ടിപ്പിൽ കാണുന്ന ടിഷ്യൂ കാർട്ടിലേജ് ആണ്. പിന്ന ഓഫ് ദ ഇയർ, എക്സ്റ്റേണൽ ഇയർ കാർട്ടിലേജ് ആണ്. ബിറ്റ്വീൻ ദ ബോൺസ് ഓഫ് വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളത്തിൻ്റെ ബോൺസിൻ്റെ ഇടയിൽ കാണുന്നതും കാർട്ടിലേജ് ആണ്. ലിംസ് ആൻഡ് ഹാൻഡ്സ് ഇൻ അഡൾട്ട്. In the case of adult, limbs and hands also contain cartilage. So cartilage is seen in tip of the nose, pinna of ear, between bones of vertebral column, limbs and hands in adult. We know that cartilage is a tissue. Tissue means it is formed of cells. So here cartilage is formed of cells called chondrocytes. So cartilage ഒരു ടിഷ്യൂ ആണ്. ടിഷ്യൂ ഫോം ചെയ്തിരിക്കുന്നത് സെൽസ് കൊണ്ടാണ്. സോ കാർട്ടിലേജ് ഫോം ചെയ്തിരിക്കുന്നത് ഏത് ടൈപ്പ് സെല്ല് കൊണ്ടാണ്? കോൺട്രോസൈറ്റ്. ദാറ്റ് മീൻസ് ദ സെൽസ് ഓഫ് കാർട്ടിലേജ് ആർ കോൾഡ് കോൺട്രോസൈറ്റ്. കാർട്ടിലേജിൽ കാണുന്ന സെല്ലിൻ്റെ പേരാണ് കോൺട്രോസൈറ്റ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ദാറ്റ് പോയിൻറ്റ്. ആൻഡ് കാർട്ടിലേജ് ഈസ് സോളിഡ് ആൻഡ് പ്ലയബിൾ. ബോൺസ് പോലെയല്ല, ബോൺസ് ഹാർഡാണ്. കാർട്ടിലേജ് സോഫ്റ്റ് ആണ്. കാർട്ടിലേജ് ഈസ് കോൾഡ് സോഫ്റ്റ് ബോൺസ്. ഓക്കെ, സോ പിൻ ഓഫ് ഇയർ, ടിപ്പ് ഓഫ് ദ നോസ്, ഇതൊക്കെ നമുക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബിക്കോസ് കാർട്ടിലേജ് ഈസ് സോഫ്റ്റ്, നോട്ട് ഹാർഡ് ലൈക്ക് ബോൺ.
Next example for specialized connective tissue is bone. Bones are hard and non-pliable, rich in calcium and collagen fibers. Bones hard ആണ്. ബോൺസിൽ ഏതൊക്കെ കാണുന്നുണ്ട്? കാൽഷ്യം ഈസ് ദെയർ ആൻഡ് ഓൾസോ കൊളാജൻ ഫൈബേഴ്സ്. നോൺ പ്ലയബിൾ മീൻസ് നോട്ട് ഫ്ലെക്സിബിൾ. ബോൺ ഈസ് നോട്ട് ഫ്ലെക്സിബിൾ. ബോണ് ഫ്ലെക്സിബിൾ അല്ല, നമുക്ക് ബെൻഡ് ചെയ്യാൻ സാധിക്കില്ല. ബോൺസ് ആർ ഫോംഡ് ഓഫ് സെൽസ് കോൾഡ് ഓസ്റ്റിയോസൈഡ്സ്. ബോൺസ് ഫോം ചെയ്തിരിക്കുന്നത് ഓസ്റ്റിയോസൈഡ്സ് എന്ന് പറയുന്ന സെൽസ് കൊണ്ടാണ്. സോ കാർട്ടിലേജ് ഫോം ചെയ്തിരിക്കുന്നത് കോൺഡ്രോസൈഡ്സ് കൊണ്ടാണ്. ബോൺസ് ഫോം ചെയ്തിരിക്കുന്നത് ഓസ്റ്റിയോസൈഡ്സ് കൊണ്ടാണ്. Important, not this, okay. So bones contain cells called osteocytes. Bones provide structural frame to the body. നമ്മുടെ ബോഡിക്ക് ഒരു സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക് നൽകുന്നത് ബോൺസ് ആണ്. ദാറ്റ് ഈസ് അവർ സ്കെലറ്റൽ സിസ്റ്റം. ലിംബ് ബോൺസ് ഹാവ് വെയ്റ്റ് ബിയറിംഗ് ഫങ്ഷൻ. ലിംബ് ബോൺസിന്, അതായത് കാലിൻ്റെ ബോൺസിന് വെയ്റ്റ് ബിയർ ചെയ്യാനുള്ള ഫങ്ഷൻസ് ഉണ്ട്. ബോൺ മാരോസ് ആർ ദ സൈറ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓഫ് ആർ ബി സി. ആർ ബി സി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏരിയാസ് ആണ് ബോൺ മാരോ. ദേ ആർ സീൻ ഇൻ ബോൺ. Next example for specialized connective tissue is blood, and blood is a fluid connective tissue. Note that point, fluid connective tissue ആണ് blood. All other tissues are not fluid, and here fluid connective tissue is blood. It contains RBC, WBC, platelets etc. So blood ന്റെ components ഏതൊക്കെയാണ്? RBC, WBC and platelets. It helps in transport of substances. So what is the function of blood? Blood helps in transport of food materials, nutrients, oxygen, carbon dioxide etc. ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യാനും ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനും സഹായിക്കുന്നത് ബ്ലഡ് ആണ്. So we discussed about connective tissue. There are three types of connective tissue: loose connective tissue, dense connective tissue and specialized connective tissue. Example for loose connective tissues are areolar tissue and adipose tissue. Dense connective tissue includes dense regular and dense irregular connective tissue. Example for dense regular tissue is tendon and ligaments. Example for dense irregular tissue is skin. And specialized connective tissue includes cartilage, bone and blood.